തന്നെ ഭരിച്ചു പോരുന്ന ഒരേ ഒരു ശക്തിയുണ്ടെന്നും വിശ്വസിക്കാത്ത ഏതു മതവിഭാഗമാണ് ഇന്ന് ലോകത്തുള്ളത്? ഏത് മതവിഭാഗമാണുള്ളത്? ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും ഏതും മതവിശ്വാസികളാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന നാഥൻ ഏകനായ ഒരു ശക്തി മാത്രമാണ്. അതിന് പേര് പലരും പലതാകാൻ പറയുന്നത്. ആ ശക്തിയില്ലേ, ആ ശക്തിയെയാണ് ഇസ്ലാം അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുന്നത്. ആ റബ്ബാണ് പടച്ചവൻ, ആ റബ്ബാണ് മുൻഗാമികളെ പടച്ചവൻ. ഇനിയോ നാം താമസിക്കുന്ന ഭൂമിയിലേക്ക് നോക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു ചെടിയെയോ അതിൽ വളരുന്ന പുഷ്പത്തെയോ ഏതെങ്കിലും ഒരു വിത്തിനെയോ ധാന്യത്തെയോ കടലിനെയോ കരയെയോ പർവ്വതങ്ങളെയോ അതല്ലെങ്കിൽ ആകാശലോകത്തുള്ള സൂര്യചന്ദ്രന്മാരെയോ നക്ഷത്രങ്ങളെയോ ഏതിനെങ്കിലും ഒന്ന് അല്ലാഹുവല്ലാതെ മറ്റു വല്ലവരും പടച്ചിട്ടുണ്ടോ? മഴ വർഷിപ്പിച്ചു തരുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും ശക്തിയുണ്ടോ? അതാണ് ഖുർആൻ പറയുന്നത്, എല്ലാം ചെയ്യുന്നത് അല്ലാഹുവാണെന്ന് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന നിലക്ക് വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരല്ലേ? ആ അറിയാവുന്ന കാര്യം വെച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹു. എങ്കിൽ എല്ലാം ഇവിടെ ചെയ്യുന്നത് അല്ലാഹുവല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആരാധനകളും ഇബാദത്തുകളും ആ അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ഇത്ര ശുദ്ധമായ ലളിതമായ ഒരു സത്യമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇതിലാർക്കാണ് പ്രശ്നത്തിന് അവകാശമുള്ളത്? എല്ലാ ആളുകൾക്കും അംഗീകരിക്കാവുന്ന പൊതു തത്വമല്ലേ ഈ പറഞ്ഞത്? ലോകത്ത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എത്രയോ ആളുകളില്ലേ? പലതിനെയും പൂജിക്കുന്ന ആളുകളില്ലേ? കല്ല്, കരട്, കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പിനെ വരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പലപ്പോഴും ആളുകളുടെ അന്ധവിശ്വാസങ്ങൾ എവിടം വരെ എത്തി? സർക്കാർ ഓഫീസുകളിൽ ഇപ്പൊ ചില ബോർഡുകൾ കാണുന്നു, ചില മൂങ്ങകളുടെ ചിത്രം കൊടുത്തിട്ട്, ചില വിവിധ രൂപത്തിലുള്ള പാമ്പുകളുടെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ മുകളിലും താഴെയുമൊക്കെയായി ഒരടിക്കുറിപ്പ് കാണുന്നു. എന്താണ് അടിക്കുറിപ്പെന്നോ? ഓ ജനങ്ങളെ, ഞങ്ങളാരും ദൈവങ്ങളല്ല കേട്ടോ, ഞങ്ങളിലൊന്നും ദിവ്യത്വം ആരോപിക്കല്ലേ, ഞങ്ങളിലൊന്നും ദിവ്യത്വമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില പരസ്യങ്ങൾ ചില ഓഫീസുകളിൽ കാണുന്നു. എന്താ കാരണം? വെള്ളിമൂങ്ങയെ കിട്ടിയാൽ ആരാധനക്ക് ഉപയോഗപ്പെടുത്തുന്നവർ, ചില പ്രത്യേകതരം സർപ്പങ്ങളെ പൂജിക്കുന്നവർ, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പിനെ വരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനതയില്ലേ ലോകത്ത്? എന്തിനെയെല്ലാം പൂജിക്കുന്നു, എന്തിന്റെ മുമ്പിലെല്ലാം നമിക്കുന്നു, എന്തിന്റെ മുമ്പിലെല്ലാം സാഷ്ടാംഗം ചെയ്യുന്നു, എന്തിനെല്ലാം നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നു, എന്തിനോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇവരാരെങ്കിലും ലോകത്ത് വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിക്ക് പറയാൻ സാധിച്ചോ? അതല്ലെങ്കിൽ ലോകത്ത് അല്ലാഹുവിന് പുറമേ പലരെയും പ്രാർത്ഥിക്കുകയും പലരോടും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പറയാൻ സാധിക്കുമോ ഈ ഭൂമിയിലെ ഇന്ന വസ്തുവിനെ സൃഷ്ടിച്ചത് ഏതെങ്കിലും അമ്മയാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാബയാണെന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളാണെന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ശൈഖാണെന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ബീവിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ? സാധ്യമല്ലല്ലോ. പടച്ചവൻ ഖാലിഖായിട്ട് എല്ലാം അല്ലാഹ് മാത്രമേയുള്ളൂ. ഈ ലോകത്ത് രണ്ട് വിഭാഗമാണ്. ഈ ലോകത്ത് മനുഷ്യരുമുണ്ട്, ജിന്നുകളുമുണ്ട്, അതുപോലെ തന്നെ മലക്കുകളുമുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റു ജന്തുക്കളുമുണ്ടല്ലോ. ഏത് വസ്തുക്കളാവട്ടെ എല്ലാം മഖ്ലൂഖുകൾ തന്നെ. എന്താ മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ? മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടിക്കപ്പെട്ടതിനൊക്കെ ഒരു സൃഷ്ടിയില്ലേ? ഈ ലോകത്ത് ഏത് വസ്തുവിനെ പരിശോധിച്ചു നോക്കിയാലും വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. ഇവിടെയുള്ള ഏത് വസ്തുക്കളെ കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തയ്യാറായാലും അവനൊരു കാര്യം ബോധ്യമാകുന്നതാണ്, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു സ്രഷ്ടാവിന്റെ കൃത്യമായ പ്രവർത്തനമുണ്ട്. ആ സ്രഷ്ടാവാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, ആ അല്ലാഹുവിനെ
സുജൂദ് ചെയ്യാവൂ, ആ അല്ലാഹുവിന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, ആ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ, ആ റബ്ബിന് വേണ്ടി അവന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്താൻ പാടുള്ളൂ. ഇങ്ങനെ ഇസ്ലാമിന്റെ ശുദ്ധമായ ആ ഒരു സന്ദേശം ലോകത്തെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന, ഇവിടെ ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ശക്തിക്ക് ഞാനാണ് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒന്നിനെ സൃഷ്ടിച്ചതെന്ന് ഇന്ന് വരെ തെളിയിക്കാനോ വാദിക്കാനോ അവകാശപ്പെടാനോ സാധിച്ചിട്ടില്ല. അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതേത് മനുഷ്യനും മനസ്സിലാകുന്ന ഒരു കാര്യമല്ലേ സഹോദരങ്ങളെ? ആ സത്യമാണ് അല്ലാഹു തആല പറയുന്നത്. ഖാലിഖായി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെയുള്ളതൊക്കെ മഖ്ലൂക്കുകളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ അമ്പിയാക്കൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കൽ ബാധ്യസ്ഥമായ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കൾ, അതുപോലെ തന്നെ അവരെ പിൻപറ്റിക്കൊണ്ട് വന്നിട്ടുള്ള മഹാത്മാക്കൾ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള അല്ലാഹുവിനോട് അടുപ്പം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വലിയ മഹാത്മാക്കളൊക്കെ അവരും അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളാണ്, പടപ്പുകളാണ്. അവർക്കാർക്കും തന്നെ അല്ലാഹുവിന്റെ അത്ര കഴിവുകളോ സ്ഥാനങ്ങളോ ഇല്ല. അല്ലാഹ് ആവശ്യപ്പെടുന്നത്, എല്ലാവരോടും ആവശ്യപ്പെടുന്നത് എന്താ? ഈ കഴിവുകളൊക്കെ അല്ലാഹ്ക്ക് മാത്രമാണ്. ആ അല്ലാഹുവിന് നിങ്ങൾ ഒരിക്കലും സമന്മാരെ നിങ്ങൾ സങ്കല്പിക്കരുത്. തുല്യന്മാർ, സമന്മാർ, പങ്കുകാർ. അതെങ്ങനെയാ സമന്മാരെ സങ്കല്പിക്കൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമുക്കൊക്കെ സുപരിചിതമായ ഒരായത്തല്ലേ ആയത്തുൽ കുർസി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരായത്താണല്ലോ ആയത്തുൽ കുർസി. കാരണം നമ്മുടെയൊക്കെ 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം ആ ആയത്ത് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പേ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടല്ലേ ഞാനും നിങ്ങളുമൊക്കെ കിടന്നുറങ്ങേണ്ടത്. എങ്കിൽ അത്രമാത്രം ഒരു ദിവസത്തിൽ 6 തവണയെങ്കിലും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസി അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തേത് എന്ന് മുസ്ലിമെ ചോദിക്കപ്പെട്ടാൽ എന്താണ് മുസ്ലിം മറുപടി പറയേണ്ടത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ്. എന്തേ ആയത്തിന് ഇത്ര മഹത്വം? എന്തേ ആയത്തിന് ഇത്ര പ്രത്യേകത? ആയത്തിന്റെ തുടക്കം തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്വമേറിയ സന്ദേശം സർവ്വമനുഷ്യരോടും പറയുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു, അവനൊഴികെ ഒരു ആരാധ്യനില്ല, അവനൊഴികെ ഒരു ആരാധ്യനേയില്ല. സ്വാഭാവികമായും ഒരു ചോദ്യം വരില്ലേ അത് കേൾക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ നിന്ന്? എന്തുകൊണ്ട് അല്ലാഹ് മാത്രം ഇലാഹായി? എന്തേ വേറെയുള്ളവരോട് പ്രാർത്ഥിച്ചാൽ? എന്താ മറ്റുള്ളവർക്കും നേർച്ച വഴിപാട് അർപ്പിച്ചാൽ? എന്താണ് മറ്റുള്ളവരുടെ മുമ്പിലും സുജൂദ് ചെയ്താൽ എന്താണ് തകരാറ്? എന്നാൽ അല്ലാഹു തആല ഉടനെ പറയുകയാണ്, അതിന് എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. കാരണം എന്താണ്? അല്ലാഹ് മാത്രമാണ് ഇലാഹ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവനാണ് പടച്ചവൻ. ഈ ലോകത്ത് പടച്ചവൻ അവൻ മാത്രമേയുള്ളൂ, അഥവാ ഖാലിഖ് അല്ലാഹ് മാത്രമേയുള്ളൂ. ഇനിയോ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഈ ലോകത്ത് എന്നെന്നും ജീവിച്ചിരിക്കുന്ന വേറൊരാളുണ്ടെന്ന്? ഏത് മതക്കാരാവട്ടെ അവർക്ക് വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുമോ ഈ പ്രപഞ്ചത്തിൽ അതാ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു ശക്തി പടച്ചവനല്ലാതെ മറ്റൊരാളുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഒരാൾക്കും സാധ്യമല്ല. കാരണം എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. ഈ ഭൂമിയിലുള്ളത് മുഴുവനും നശിക്കാനുള്ളതാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ.